പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്ത് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കള്ളത്തരങ്ങളൊക്കെ ഇനി വെളിച്ചം കാണാൻ പോവുകയാണ്. അവൻ ചെയ്തു കൂട്ടിയ ഓരോ തെറ്റിനും വിധി അവന് നല്ല എട്ടിൻ്റെ പണി തന്നെ കരുതി വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ ഇടിവെട്ട് പണി കിട്ടുന്ന കാഴ്ചയാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഒടുവിൽ വിക്രമും വേദയും കൂടി രാജാക്കാട് കൈതമുക്കിലുള്ള ആ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി. ഗീവർഗീസാണ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. പക്ഷേ താമസിക്കാൻ ഒരു വീടായി എന്നത് മാത്രം. കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലല്ലോ. കയ്യിൽ കാശില്ലാതെ എങ്ങനെ മുന്നോട്ട് പോവും? ജോലിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംഘടിപ്പിക്കാതെ പറ്റില്ലല്ലോ. ഗീവർഗീസ് വിക്രമിനോടും വേദയോടും പറഞ്ഞു, തൽക്കാലം 2 ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു പണി ശരിയാക്കി തരാം. ഈ സമയത്ത് തന്നെ സജീവൻ വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ തിരക്കുന്ന കൂട്ടത്തിൽ സജീവൻ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. മാഷിനെയും വിക്രത്തിൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അത് കേട്ടപ്പോൾ വിക്രം ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ വാസവൻ സാർ കൃത്യസമയത്തെത്തി അവരെ രക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ വിക്രമിന് വലിയ ആശ്വാസമായിരുന്നു. വാസവൻ സാറോ എന്ന് വിക്രം അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, വാസവൻ മുതലാളി കൃത്യസമയത്ത് ഇടപെട്ടു എന്ന് മാത്രമല്ല വിക്രമിൻ്റെ പേരുള്ള കേസ് പിൻവലിക്കുകയും ചെയ്തു. വിക്രമിന് ഇതിലൊന്നും പങ്കില്ല എന്ന് അയാളിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും കാലം പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന വിക്രമിന് അതൊരു വലിയ സമാധാനം തന്നെയായിരുന്നു. വരുണിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ തനിക്ക് പങ്കില്ല എന്ന് വാസവൻ തിരിച്ചറിഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. എങ്കിലും സജീവൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. പുറത്തിറങ്ങി അധികം നടക്കൊന്നും വേണ്ട. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രുക്കൾ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. വരുണിനൊപ്പം പുളിക്കിനെയും കൊന്നവർ വിക്രമിൻ്റെ പിന്നാലെ വരുമെന്ന് ഉറപ്പാണ്. ഫോൺ വെച്ചതിന് ശേഷം വിക്രം വേദയോട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. വാസവൻ സാർ അച്ഛനെയും അമ്മയും രക്ഷിച്ചത് ദീപ്തിയോട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണെന്ന് വിക്രം വിശ്വസിച്ചു. സത്യത്തിൽ ആ CI ഒരു കള്ളനാണ്. അയാൾ മനഃപൂർവ്വം വൃദ്ധരായ മാതാപിതാക്കളെ സ്റ്റേഷനിലേക്ക് വലിച്ചയച്ചതായിരുന്നു. വേദ വിക്രമിനെ ആശ്വസിപ്പിച്ചു. എന്തായാലും കേസ് പിൻവലിച്ചല്ലോ, സത്യം വൈകാതെ തന്നെ പുറത്തു വരും. നമുക്ക് പഴയ വീട്ടിലേക്ക് തന്നെ മടങ്ങണം. ഈ സമയത്ത് തന്നെ വേദ ദർശനോട് ചില സഹായങ്ങൾ ചോദിച്ചിരുന്നു. ദർശൻ ഒരു നല്ല സുഹൃത്തായി നിന്നുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അവനറിയാം വേദ ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന്. എന്നാലും അവളോടുള്ള ആ ഒരു ബഹുമാനം അവനെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഗീവർഗീസ് വീണ്ടും വന്നു. പള്ളിയുടെ പരിസരത്ത് പണി നടക്കുന്നത് വിക്രമിനെ അങ്ങോട്ടേക്ക് കൂട്ടാമോ എന്ന് അദ്ദേഹം തിരക്കി. വിക്രമിന് അത്തരം ജോലികൾ ചെയ്ത വലിയ ശീലമൊന്നുമില്ലായെങ്കിലും സാരമില്ല, എനിക്ക് പറ്റുന്നത് പോലെ ചെയ്യാമെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ വേദയും ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ വിക്രം അതിന് സമ്മതിക്കുന്നില്ല. നീ പണിക്ക് പോകുന്നു വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി. അവൻ സ്നേഹപൂർവ്വം തന്നെ അത് വിലക്കി. വിക്രം പണിക്ക് പോയി കഷ്ടപ്പെടുമ്പോൾ താൻ മാത്രം ഇവിടെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു സങ്കടം വേദയുടെ മനസ്സിലുണ്ട്. വിക്രം ജോലിക്ക് പോയി തുടങ്ങിയതോടുകൂടി തന്നെ അവൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക സമാധാനം കിട്ടി. പണ്ട് ശ്രീനിവാസൻ്റെ കൂടെ ഗുണ്ടാപ്പണിക്ക് നടന്നിരുന്ന കാലത്തേക്കാൾ എത്രയോ നല്ലതാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ഈ നിമിഷങ്ങളെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ വേദ ഉണ്ടാക്കിയ നല്ല ഭക്ഷണം കഴിച്ചും അനിയൻകുട്ടനെ നോക്കിയിട്ടും അവർ ആ ഒരു ചെറിയ വീട്ടിൽ സന്തോഷം കണ്ടെത്തി. പക്ഷേ അനിയൻകുട്ടൻ്റെ പേടി മാത്രം മാറിയിട്ടുണ്ടായിരുന്നില്ല. തേയിലത്തോട്ടത്തിലെ നടുവിലുള്ള ആ ഒരു വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം വേദ കണ്ടു. കുറച്ച് ചേച്ചിമാർ തോട്ടത്തിൽ തേയില നുള്ളുന്നു. അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. തനിക്കും കൂടെ കൂടാമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. മോളെ, ഞങ്ങൾ പഠിപ്പിക്കാം, കൂടെ പോന്നോളൂ എന്ന് അവർ സ്നേഹത്തോടെ പറഞ്ഞു. പിന്നീട് ഗീവർഗീസ് വന്നപ്പോൾ വേദ ഈ ഒരു കാര്യം അവതരിപ്പിച്ചു. വീടിൻ്റെ അടുത്തല്ലേ, എന്നാൽ പിന്നെ വേദയും പൊയ്ക്കോട്ടെ എന്ന് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ വേദയും പണിക്കിറങ്ങി. അവരുടെ 2ാം ജീവിതം ശരിക്കും മനോഹരമായി തന്നെ മുൻപോട്ട് പോയി. അധ്വാനത്തിൻ്റെ വിലയും അതിലൂടെ കിട്ടുന്ന സമാധാനവും അവർ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു ഭയം എപ്പോഴും അവരെ വേട്ടയാടി. ആരെങ്കിലും തങ്ങളെ തേടി വരുമോ എന്നൊരു ഭയം. ഒരു ദിവസം ഗീവർഗീസ് പറഞ്ഞു, മൈക്കിളച്ചൻ പറഞ്ഞിട്ട് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജോർജ് വരുന്നുണ്ട്, അനിയൻകുട്ടനെ ഒന്ന് കാണിക്കണമെന്ന്. അതൊരു നല്ല തീരുമാനമാണെന്ന് അവർക്കും തോന്നി. അന്ന് രാത്രി നല്ല തണുപ്പുള്ള നേരത്ത് വിക്രമും വേദയും കൂടി തോട്ടത്തിലുള്ള ഒരു പായൽ പോയിരുന്നു. ആ പുതപ്പിനുള്ളിൽ 2 പേരും കൂടി ഒതുങ്ങിയിരുന്ന് ഭാവി കാര്യങ്ങളെല്ലാം പഴയ കുട്ടിക്കാലത്തെ കഥകളും ഒക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ തന്നെ അങ്ങ് ചെലവഴിച്ചു. കുറച്ചു കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. വീടിൻ്റെ വാതിലൊക്കെ തുറന്നു കിടക്കുന്നു. അകത്ത് അനിയൻകുട്ടനെ കാണാൻ പോലുമില്ല. 2 പേരും വല്ലാതെ പേടിച്ചുപോയി. ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ? അവർ നിലവിളിച്ചുകൊണ്ട് തോട്ടത്തിലൂടെയൊക്കെ ഓടി. ഒടുവിൽ തോട്ടത്തിൻ്റെ ഒരറ്റത്ത് വെച്ച് അവനെ കണ്ടെത്തി. അവൻ ആരോ പേടിപ്പിച്ചതുപോലെ വിറക്കുന്നുണ്ടായിരുന്നു. അവനെ കിട്ടിയതോടുകൂടിയാണ് അവർക്ക് ശ്വാസമൊന്ന് നേരെ വീണത്. പിറ്റേന്ന് തന്നെ അവർ അനിയൻകുട്ടനെ കൂട്ടിയിട്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ അവനെ വിശദമായി തന്നെ പരിശോധിച്ചു. പേടിക്കേണ്ട വിക്രം, ഇവൻ എന്തോ കണ്ടു വല്ലാതെ ഭയന്നതാണ്. അതിൻ്റെ ആഘാതം മാറാൻ കുറച്ച് സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഡോക്ടർ നൽകിയ മരുന്നും കൗൺസിലിങ്ങും അനിയൻകുട്ടനെ പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു.
ഇതേ സമയം ശ്രീകാന്തും ചന്ദ്രശേഖരനും ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി 4 ഭാഗത്തും തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അനിയൻകുട്ടൻ വാ തുറന്ന തങ്ങളുടെ കളി തീരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒടുവിൽ ഒരു ദിവസം ആ ഒരു സത്യം പുറത്തു വന്നു. അനിയൻകുട്ടൻ താൻ കണ്ട ആ ഒരു ഭീകരമായ കാഴ്ച വിക്രമിനോടും വേദയോടും തുറന്നു പറഞ്ഞു. പുളിക്കനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് അവൻ നേരിട്ട് കണ്ടിരുന്നു. അന്ന് രാത്രി ഞാൻ കണ്ടു. അവർ ആ പുളിക്കനെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു വിക്രം ആവേശത്തോടു ചോദിച്ചു. ആരാടാ കുത്തിയത്? അനിയൻകുട്ടൻ വിറക്കുന്ന ശബ്ദത്തോടു കൂടെ തന്നെ ആ ഒരു പേര് പറഞ്ഞു. ശ്രീകാന്ത്. കൂടെ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വിക്രമിൻ്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ നടന്നു. വരുണിനെ കൊന്നതും ഇവർ തന്നെയാണെന്ന് അവരുറപ്പിച്ചു. ഈ സത്യങ്ങളെല്ലാം തന്നെ വാസവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീകാന്തിനെ വെറുതെ വിടില്ല. ശങ്കരനാരായണൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഏതെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ നിന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുമെന്ന്. ശ്രീകാന്തിൻ്റെ അന്ത്യക്രൂതാശ അവിടെ നടക്കാൻ വേണ്ടി പോവുമായിരിക്കും. സത്യം ജയിക്കുന്ന ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അനിയൻകുട്ടൻ ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞതോടുകൂടി തന്നെ വിക്രമിൻ്റെ ഉള്ളിൽ ഒരു കാട്ടുതീ പടരുന്നത് പോലെയാണ് തോന്നിയത്. അവൻ്റെ കൈകൾ അറിയാതെ മുറുക്കി പിടിച്ചു. കണ്ണുകളിൽ അത്രയും കാലം കടിച്ചമർത്തി വെച്ച ദേഷ്യം ഇരിച്ചു കയറി. എടി വേദേ, ഇവനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ അച്ഛനെയും അമ്മയും പോലീസിനെ കൊണ്ട് പീഡിപ്പിച്ചു. എന്നെ ഒരു കൊലയാളിയാക്കി മുദ്രകുത്തി. എല്ലാത്തിനും പിന്നിൽ ആ ശ്രീകാന്തും ചന്ദ്രശേഖരനുമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് വിക്രം ആ ഒരു തോട്ടത്തിലൂടെ താഴേക്ക് ഓടാൻ തുടങ്ങി. പക്ഷേ വേദ അവൻ്റെ കൈപിടിച്ച് ശാന്തമാക്കി തടഞ്ഞു. അരുത് വിക്രം, നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവനെ വീണ്ടും എന്തെങ്കിലും കുരുക്കിൽ ചാടിക്കും. നമുക്ക് നിയമപരമായി തന്നെ അവനെ പൂട്ടണം. അനിയൻകുട്ടൻ പറഞ്ഞത് കേൾക്കാൻ ഒരാൾ കൂടി വരണം. അത് വാസവൻ മുതലാളിയാണ്. അദ്ദേഹം പറഞ്ഞാലേ ഇതിനൊരു തീർപ്പുണ്ടാവൂ. വേദയുടെ വാക്കുകളിലെ ആ ഉറപ്പ് വിക്രത്തിനെ ഒന്ന് തണുപ്പിച്ചു. അവർ അന്ന് രാത്രി തന്നെ ഗീവർഗീസിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗീവർഗീസ് ഉടനെ തന്നെ വാസവനെ വിളിച്ച് വിവരം അറിയിച്ചു. പക്ഷേ ഇതേ സമയം ശ്രീകാന്തും ചന്ദ്രശേഖരനൊക്കെ ആകെ വെറി പിടിച്ച് നടക്കുമായിരുന്നു. വിക്രമും വേദയും രാജാക്കാട്ടുണ്ടെന്ന വിവരം അവർക്ക് ഏതോ ഗുണ്ട വഴി ശ്രീകാന്ത് അറിഞ്ഞു. അന്ന് രാത്രി തന്നെ ആ ഒരു പണി തീർക്കണം. ചന്ദ്രശേഖരൻ പറഞ്ഞു. ആ ചെക്കൻ വായ തുറന്ന നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. അവൻ മരുന്നും കൗൺസിലിംഗും ഒക്കെ കഴിഞ്ഞ് പഴയ ഓർമ്മകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അഴിക്കുള്ളിലാവും. ശ്രീകാന്ത് പല്ല് കടിച്ചു പിടിച്ചു പറഞ്ഞു. അന്ന് രാത്രി ആ തേയിലത്തോട്ടത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റിനുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. കനത്ത മഴയും മറ്റും കാരണം വിക്രമും വേദയും അനിയൻകുട്ടനെ സുരക്ഷിതമായി ഒരിടത്തേക്ക് മാറ്റാൻ നോക്കുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ആളുകൾ ആ വീട് വളഞ്ഞു കഴിഞ്ഞിരുന്നു. ടോർച്ചുകളുടെ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ മിന്നി മറയുന്നത് കണ്ട് ഒരു പഴയ ഗുണ്ടയുടെ വീര്യം വിക്രമിൻ്റെ ഉള്ളിൽ വീണ്ടും അങ്ങ് ഉണർന്നു. പക്ഷേ ഇത്തവണ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വേദ, നീ അനിയൻകുട്ടനെ കൂട്ടിയിട്ട് ആ തോട്ടത്തിൻ്റെ വശത്തൂടെ പള്ളിയിലേക്ക് ഓടിപ്പോയിക്കോ. ഞാൻ ഇവന്മാരെ നോക്കിക്കോളാമെന്ന് വിക്രം പറഞ്ഞു. ആ തോട്ടത്തിലെ ചളിയും മഴയിലും വിക്രം ഒറ്റയ്ക്ക് ആ സംഘത്തോട് പൊരുതി. വടിവാളും കമ്പിപ്പാരയുമായി വന്ന അവന്മാരെ ഓരോരുത്തരെയായിട്ട് വിക്രം അങ്ങ് അടിച്ചു വീഴ്ത്തി. പക്ഷേ ശ്രീകാന്ത് തൻ്റെ തോക്കുമായി അനിയൻകുട്ടൻ്റെ പിന്നാലെ പാഞ്ഞു. പള്ളിപ്പറമ്പിലെ ആ ചെറിയ കുരിശുപള്ളിയിൽ മുന്നിൽ വെച്ചാണ് ആ വലിയ പോരാട്ടം നടന്നത്. വിക്രം തളർന്നു വീഴാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വന്നു. അത് വാസവനായിരുന്നു. കൂടെ പോലീസും സംഘവും. വാസവൻ മുതലാളി വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് ഒരു സിംഹത്തെ പോലെയാണ്. ശ്രീകാന്ത് അനിയൻകുട്ടൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നത് കണ്ട് വിക്രം അവൻ്റെ മേലേക്കങ്ങ് ചാടി വീണു. രണ്ടാളും കൂടി മണ്ണിൽ കിടന്നുരുണ്ടു. ഒടുവിൽ വിക്രം ആ ഒരു തോക്കങ്ങ് തട്ടിപ്പറിച്ചു. വാസവൻ മുതലാളി ശ്രീകാന്തിൻ്റെ കോളറിനങ്ങ് പിടിച്ചു വലിച്ചു. പറയടാ പുലയാടി മോനെ, വരുണിനെ എന്തിനാടാ നീ കൊന്നത്? വാസവന്റെ ആ ഒരു ഗർജം കേട്ടുകൊണ്ട് ശ്രീകാന്ത് ഒന്ന് വിറച്ചു. അപ്പോഴേക്കും വേദ അനിയൻകുട്ടനെ വാസവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അനിയൻകുട്ടൻ പേടിച്ചു വിറച്ച് വാസവന്റെ തോളിൽ പിടിച്ചു പറഞ്ഞു. മുതലാളി, അന്ന് പുളിക്കനെ കൊന്നത് ഇയാളാണ്. ശ്രീകാന്ത് കത്തിയെടുത്ത് കുത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒളിച്ചു നിന്ന് ഞാൻ ഇതെല്ലാം കണ്ടു. അനിയൻകുട്ടന്റെ ആ വാക്കുകൾ അവിടെ വീണൊരു ബോംബ് പോലെയായിരുന്നു. ഈ സമയം ശങ്കരനാരായണനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. തൻ്റെ മകൻ ഒരു കൊലയാളിയാണെന്ന് ആ വൃദ്ധൻ തിരിച്ചറിഞ്ഞ ആ നിമിഷം ഹൃദയഭേദകമായിരുന്നു. അദ്ദേഹം ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുഖത്തങ്ങ് ആഞ്ഞടിച്ചു. നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇനി നീ എനിക്ക് മകനല്ല, വെറും ഒരു ക്രിമിനൽ മാത്രമാണ്. അദ്ദേഹം തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു. സിഐയുടെ ഒത്തുകളികളും ചന്ദ്രശേഖരൻ്റെ പങ്കും എല്ലാം അവിടെ വെച്ച് വെളിപ്പെട്ടു. പോലീസുകാർ ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും വിലങ്ങുവെച്ച് കൊണ്ടുപോയി. പിറ്റേന്ന് വെളുപ്പിന് സൂര്യൻ ഉദിച്ചപ്പോൾ രാജാക്കാട്ടെ ആ തേയിലത്തോട്ടത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. വിക്രമിൻ്റെ മുഖത്ത് വല്ലാത്ത സമാധാനം. അവൻ വേദയുടെ കൈ ചേർത്ത് പിടിച്ചു. അവരുടെ വനവാസം അതോടുകൂടെ തന്നെ അവസാനിച്ചിരിക്കുന്നു. വാസവൻ മുതലാളി വിക്രമിനെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചു. വിക്രം, നിന്നെ ഞാൻ ഒരുപാടധികം തെറ്റിദ്ധരിച്ചു. നീ എന്നോട് ക്ഷമിക്ക്. നിനക്കിനി ഈ തോട്ടം തന്നെ നോക്കി നടത്താം. പഴയ വീട്ടിലേക്ക് മടങ്ങിവാ എന്ന് അദ്ദേഹം പറഞ്ഞു. വേദ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അനിയൻകുട്ടൻ ഇപ്പോൾ പഴയ പേടിയൊന്നുമില്ല. തോട്ടത്തിൽ വിടർന്ന പൂക്കളെപ്പോലെ നോക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. നീണ്ട പോരാട്ടത്തിനും സങ്കടങ്ങൾക്കും ശേഷം ആ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ നിലവിളിക്കുകൾ തെളിഞ്ഞു.
സത്യം ജയിക്കുമെന്ന ആ ഒരു വലിയ പാഠം ബാക്കി വെച്ചുകൊണ്ട് തന്നെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.